मेरे प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में आप सबका स्वागत करता हूं बच्चों आप ठीक है ना നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് എൻ്റെ എല്ലാ മക്കളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ വളരെ പ്രധാനപ്പെട്ട നാളത്തെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ എല്ലാ മക്കളും ശ്രദ്ധിച്ചോളൂ बच्चों देखिए യെസ് എന്താണ് നമ്മുടെ ചോദ്യം മാം और सप्तम के बीच का आ बातचीत അല്ലേ क्या माना बातचीत അല്ലേ വാർത്താലാപം സംഭാഷണം അപ്പോൾ ഒരു സംഭാഷണം നാളത്തെ പരീക്ഷയിൽ ചോദിച്ചു കഴിഞ്ഞാൽ മാം ഓർ സപ്തം തമ്മിലുള്ള സംഭാഷണം നമ്മുടെ പാഠഭാഗത്തിലേക്ക് കൊണ്ടുപോയോ നിങ്ങൾ യെസ് ധർത്തി പർ ഉത്തര എന്നുള്ള പാഠഭാഗം എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നില്ലേ യെസ് അതുമായി ബന്ധപ്പെട്ട് ഒരു സംഭാഷണം ചോദിച്ചാൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാം എന്നുള്ളതാണ് മാഷ് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് മാം എന്ത് പറഞ്ഞു ബേട്ടാ കഹാം ഗയാദേ നീ എവിടെ പോയതായിരുന്നു അല്ലേ നമ്മളൊക്കെ സ്കൂളിൽ നിന്നും പോയി തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും ചോദിക്കോ നീ എവിടെ പോയതായിരുന്നു എന്ന് കാരണം എന്താ വീട്ടുകാർക്ക് അറിയാം നമ്മൾ സ്കൂൾ പോയതാണ് എന്നുള്ളത് അല്ലേ എന്നാൽ വേറെ എവിടെങ്കിലും പോയിട്ട് വരുമ്പോൾ നമ്മളോട് എന്ത് ചെയ്യും ചോദിക്കും എവിടെ പോയതായിരുന്നു എന്ന് അല്ലേ അപ്പൊ അത്തരത്തിൽ ഇവിടെ ചോദിച്ചു ബേട്ട കഹാം ഗയാദേ എവിടെ പോയതായിരുന്നു അപ്പൊ സപ്തം പറയാണ് ധർത്തി പർ അല്ലെ ഭൂമിയിൽ പോയതായിരുന്നു അല്ലെ ഭൂമിയിൽ പോയതായിരുന്നു അപ്പൊ മാം തിരിച്ചു ചോദിച്ചു ക്യാ ഫിർ ക്യാ ഹുവാ എന്നിട്ട് എന്ത് പറ്റി അല്ലെ എന്ത് പറ്റി എന്താണ് ഒരു നിരാശ പോലെ എന്ത് പറ്റി എന്ന് ചോദിച്ചു അപ്പൊ സപ്തം പറയാ ധർത്തി ബഹുത്ത് സുന്ദർ ഹേ ഭൂമി വളരെ സുന്ദരമാണ് നല്ലതാണ് അല്ലെ ഭൂമി വളരെ സുന്ദരമാണ് ഫിർ എന്ന് പറഞ്ഞിട്ട് പറയാ ഫർ എന്ന് പറഞ്ഞിട്ട് പറയാ എന്താണ് എന്നാലും അല്ലെ എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ മാം ചോദിക്ക ധർത്തി മേ ക്യാ ഹുവാ അല്ലെ ധർത്തി മേ ക്യാ ഹുവാ അല്ലെ എന്താണ് ഭൂമിയിലുള്ളത് ധർത്തി മേ ക്യാ ഹുവാ എന്നിട്ട് പറയാ അപ്പൊ സപ്തം പറയാ രാത് മേ പേടോർ നിർച്ചർ മുജെ ജഗഹ് നഹി ദിയാ അല്ലെ രാത്രിയിലെ മരം അതേപോലെ നിർച്ചർ അല്ലെ അരുവി മുജെ ജഗഹ് നഹി ദാ ജഗഹ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥലം അല്ലെ എനിക്കൊരു സ്ഥലവും എന്ത് ചെയ്തില്ല തന്നില്ല മാം ഫിർ ഫിർ എന്ന് ചോദിച്ചാൽ എന്താ എന്നിട്ടോ എന്നിട്ട് എന്ത് ചെയ്തു അല്ലെ ഫിർ എന്ന് പറഞ്ഞാൽ എന്നിട്ടോ അല്ലെ എൻ്റെ മക്കൾക്ക് അറിയാം എഴുതി വെക്ക എന്നിട്ടോ എന്നെന്ത് ചെയ്തു ചോദിച്ചു അപ്പൊ എന്താ സപ്തം മറുപടി പറഞ്ഞത് ഏക് ലഡ്കേനെ ജോംബടി മേ ജഗഹ് ദിയാ ഏക് ലഡ്കെ അല്ലെ ഒരു ആൺകുട്ടി എനിക്ക് എന്ത് ചെയ്തു അവന്റെ ജോംബടി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം കുടിൽ അല്ലെ ആൺകുട്ടി എന്ത് ചെയ്തു അവന്റെ കുടിലിൽ എനിക്ക് എന്ത് ചെയ്തു സ്ഥലം തന്നു ജഗഹ് എന്ന് പറഞ്ഞാൽ സ്ഥലം അല്ലെ ആൺകുട്ടി അവന്റെ കുടിലിൽ എനിക്ക് എന്തോ ഒരു സ്ഥലം തന്നു അല്ലെ അതാ പറഞ്ഞ ഏക് ലഡ്കേനെ ജോംബടി മേ ജഗഹ് ദിയാ ആൺകുട്ടി എനിക്ക് അവന്റെ കുടിലിൽ എന്ത് ചെയ്തു സ്ഥലം തന്നു എന്നിട്ടോ മക്കളെ पर जोंबड़ी की अंधेरा में मेरा रंग दिखाई नहीं दिया എന്നാലോ സ്ഥലം തന്നു എന്ന് മാത്രമല്ല കുടിലിൽ അന്ധേരെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് അല്ലെ ഇരുട്ടില് എന്താണ് മേരാ രംഗ് മേരാ എന്ന് പറഞ്ഞാൽ എൻ്റെ രംഗ് നിറം എന്ത് ചെയ്തില്ല ദിഖായി എന്ന് പറഞ്ഞാൽ കാണുക ദിഖായി നഹി ദിയ എൻ്റെ നിറം ഇരുട്ടിൽ എന്ത് ചെയ്തില്ല കണ്ടില്ല എന്ന് പറയുന്നു അപ്പൊ മാം പറയാ ബേട്ട ഇസ്മേ ക്യാ സംജ ബേട്ട മകനെ എന്താണ് ഇതിൽ നിന്നും ക്യാ സമജ എന്താണ് മനസ്സിലായത് അല്ലെ സമജ്നാർന്ന മനസ്സിലാവുക ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത് എന്ന് പറയുന്നു യെസ് അപ്പൊ സപ്തം പറയാ ധർത്തി ഹമാരെ ലിയെ അച്ചി ജഗഹ് നഹി ഹേ ഭൂമി നമുക്ക് അച്ചി എന്ന് പറഞ്ഞാൽ നല്ല ജഗഹ് നഹി ഹേ ഭൂമി നമുക്ക് നല്ലൊരു സ്ഥലമല്ല എന്നെന്ത് ചെയ്യാണ് പറയുകയാണ് അപ്പൊ മാം പറയുന്നു ചിന്താ മത് കരോ ഓ ഖാന ഖാവോ ചിന്താ മത് കരോ നീ എന്ത് ചെയ്യണ്ട വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട നീ നിരാശപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് ഖാവോ വരൂ എന്നിട്ട് എന്ത് ചെയ്തു ഭക്ഷണം കഴിക്കൂ എന്നെന്ത് ചെയ്യുന്നു മാം പറയുന്നു ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം മാം ഓർ സപ്തം തമ്മിലുള്ള സംഭാഷണം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം ഇതിന്റെ 5 മാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നേടാൻ വേണ്ടിയിട്ട് സാധിക്കും ക്ലിയർ അല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നമുക്ക് നാളത്തെ പരീക്ഷയിൽ വന്നാൽ എന്റെ മക്കൾ നല്ല അടിപൊളിയായിട്ട് എഴുതി അതിന്റെ മുഴുവൻ മാർക്കും നേടൂല മക്കളെ റെഡി അല്ലേ മക്കളെ യെസ് അച്ഛാ ബച്ചോ അഗ്ലാ വീഡിയോ മേ ഫിർ മിലേഗാ സബ്കാ ബഹുത് ബഹുത് ശുക്രിയ ബൈ